ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് പോളണ്ടിലെ മറ്റൊരു സിറ്റിയിലേക്കാണ്. സിറ്റീൻ്റെ പേരാണ് ക്രക്കോ, ഒഫീഷ്യലി ദ റോയൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് ക്രക്കോ. ക്രക്കോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിസ്റ്റുല നദിയുടെ തീരത്തുള്ള അതിപുരോഗതനമായ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ സെൻ്ററാണ് ഈ സിറ്റി. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ മാർക്കറ്റ് സ്ക്വയറിലേക്ക് പോകാം. യൂറോപ്പിലെ ഒട്ടുമിക്ക മാർക്കറ്റ് സ്ക്വയറും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുമെന്ന് പറയാമല്ലോ. പക്ഷേ ക്രക്കോയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ യുനെസ്കോ ആദ്യമായിട്ടൊരു സിറ്റി സെൻറ്ററിനെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് വെച്ചത് ക്രക്കോവിനെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ വാർസോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാർസോ കംപ്ലീറ്റ്ലി തകർന്നിട്ടിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമെന്ന്. പക്ഷേ ക്രക്കോ അങ്ങനെയല്ല. ക്രക്കോ ഒരു വെൽ പ്രിസർവ്ഡ് സിറ്റിയാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷവും അധികം ബോംബിംഗ് ഒന്നും ഇല്ലാതെ സിറ്റി കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനോഹരമായ ക്രക്കോയുടെ കാഴ്ചകൾ കാണാം. ക്രക്കോ ഒരു ടിപ്പിക്കൽ ജർമ്മൻ സിറ്റിയാണ്. അതായത് ക്രക്കോൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ജർമ്മൻ ടൗണിൻ്റെ മാതൃകയിലാണ് ക്രക്കോയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ സ്ട്രീറ്റും കംപ്ലീറ്റ്ലി അലൈൻ ചെയ്തേക്കുന്നത് ഒരു മാർക്കറ്റ് സ്ക്വയറിലേക്കാണ്. യൂഷ്വലി നമ്മൾ ജർമ്മൻ സിറ്റികളിൽ കാണുന്ന ഏകദേശം ഒരു സിമിലർ നിർമ്മിതികളാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ ഉണ്ടല്ലോ, വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതായത് സിറ്റി ഇത്രയും വർഷങ്ങളായിട്ട് പഴയതുപോലെ തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമൊക്കെ. ഈ ബിൽഡിങ്സിലൊക്കെ അടിപൊളി റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഭയങ്കര വൈബാണ് ഇവിടെ. ക്രക്കോ സിറ്റി കംപ്ലീറ്റ്ലി പണിതേക്കുന്ന ഒരു ചെറിയ കോട്ടയ്ക്കുള്ളിലാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കോട്ടയുടെ പഴയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി രാവിലെ ക്രക്കോയിൽ വന്നിട്ടൊരു വാക്കിംഗ് സിറ്റി ടൂർ എടുത്തേക്കുമായിരുന്നു. അതായത് സിറ്റിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഗൈഡ് ഫുള്ളി പറഞ്ഞു തരും. നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഓരോരോ സ്ഥലങ്ങൾ പോകും. ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മുടെ ഗൈഡ് നമുക്ക് വിശദീകരിച്ച് തരും. ഇതാണ് നമ്മുടെ ഗൈഡ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പ്രൊഫസേഴ്സ് ഗാർഡനിലാണ്. ഈ സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള തത്വചിന്തകന്മാരും പ്രൊഫസേഴ്സും ഭയങ്കര വലിയ ആൾക്കാരൊക്കെ പഠിച്ച സ്ഥലമാണിത്. അതായത് നമ്മുടെ നിക്കോളാസ് കോപ്പർനിക്കസ് മുതൽ അങ്ങ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരെ പഠിച്ച സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കോപ്പർനിക്കസിനെ അറിയത്തില്ലാത്ത ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എർത്ത് സെൻട്രിക് അല്ല സോളാർ സിസ്റ്റം, സൺ സെൻട്രിക് ആണെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച മഹാനായിട്ടുള്ള ഒരു തത്വചിന്തകനും ശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു. നാസി പട്ടാളം കൊന്നുകളഞ്ഞ 183 പ്രൊഫസേഴ്സിനെയാണിത്. അതായത് ഹിറ്റ്ലർ പോളണ്ട് കീഴടക്കിയപ്പം ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിനെയൊക്കെ ജൂയിഷുകാരോടൊപ്പം കൊണ്ടുപോയി നാസി ക്യാമ്പിൽ വെച്ച് അവരും മരണപ്പെട്ടിരുന്നു. അങ്ങനെ പ്രൊഫസേഴ്സ് ഗാർഡനിൽ നിന്നിറങ്ങി നമ്മൾ നേരെ പോകുന്നത് സെൻറ്റ് മേരീസ് ബസിലിക്കയ്ക്കാണ്. ഈ ബസിലിക്ക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ക്രക്കോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചാണ് ഈ ബസിലിക്ക. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇപ്പോഴും ക്രിസ്തീയ വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അതായത് പോളണ്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് നിറയെ പള്ളികൾ കാണാൻ പറ്റും. അതുമാത്രമല്ല എല്ലാ പള്ളിയിലും നിറച്ച ആൾക്കാരുണ്ട്. ഇതൊരു സൺഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് കൂടുതലാണെന്ന് പറയാം. പക്ഷെ എന്നാലും മറ്റുള്ള പള്ളികളെ വെച്ച് നോക്കുമ്പോൾ പോളണ്ടിലെ പള്ളികൾ വിശ്വാസികളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഓരോ പള്ളിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്. ഈ ആകാശത്തോട് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ കുറേ കുരിശുകൾ കാണുന്നില്ലേ? അതായത് ക്രക്കോ സിറ്റിയിൽ തന്നെ ഏകദേശം 135 ചർച്ചസ് ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ചർച്ചസ് മാത്രം. പക്ഷേ
മറ്റുള്ള കൺട്രീസിലെ ചർച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ചർച്ചുകളിലൊക്കെ ആൾക്കാർ ഇന്നും വരുന്നുണ്ട്, ആരാധന നടത്തുന്നുണ്ട്, സൺഡേസിലൊക്കെ ഹോളി മാസ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് പോളണ്ടിലെ ചർച്ചിന്. പക്ഷേ ജർമ്മനിയിലെ ചർച്ചുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒട്ടുമിക്ക എല്ലാ പള്ളികളും അടഞ്ഞു കിടക്കുവാണ്. ഇനി ചില പള്ളികളൊക്കെ ആണെങ്കിൽ മറ്റു പലർക്കും എഴുതി കൊടുത്ത് അവിടെ കഫേസൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവൽ കാസിൽ എന്ന് പറയുന്ന ഒരു റോയൽ കാസിലാണ്. അതായത് പോളിഷ് കിങ്സ് അവരുടെ ഒരു ഔദ്യോഗിക വസതിയായിരുന്നു ഈ വാവൽ കാസിൽ. അതിമനോഹരമായിട്ടുള്ള ഒരു കാസിലാണിത്. ഭയങ്കര പഴയതാണ്. ഇപ്പോഴും അതിൻ്റെ പ്രൗഢിയെല്ലാം അതേപോലെ തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ നശിച്ചു പോകാത്ത ഒരു കാസിലാണിത്. അപ്പം ഈ കാസിലിനോടനുബന്ധിച്ച് തന്നെ അടുത്തായിട്ടൊരു ചാപ്പലുണ്ട്. അവിടെയായിരുന്നു പോളിഷ് കിങ്സിൻ്റെ കൊറോണേഷനൊക്കെ നടന്നിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു കാസിലും അതിനോട് ചേർന്നുള്ള ഒരു ലൊക്കേഷനൊക്കെയാണിത്. ഈ കോട്ടവാതിൽ കടന്ന് മുന്നോട്ട് നമ്മൾ പോകുന്നത് കാസിലിനുള്ളിലെ പള്ളിയിലേക്കാണ്. ഈ പള്ളിയും കാസിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. പോളണ്ടിലെ ഒരു നാടോടി കഥകളിൽ ഈ കുന്നിൻ്റെ താഴെ ഒരു ഡ്രാഗണും ആ ഡ്രാഗൺ ഈ കോട്ടയെ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെയുണ്ട്. വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് കാസിലിനുള്ളിലും നിറയെ തിരക്കായിരുന്നു. അതായത് കാസിൽ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് എത്തിയ ആൾക്കാർ, പല ഭാഗങ്ങളിലായിട്ട് ടൂർ നടത്തുന്നവർ, ഞങ്ങളെപ്പോലെ വാക്കിംഗ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ എല്ലായിടത്തും നിറച്ച ആൾക്കാരായിരുന്നു. കാസലിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലമെല്ലാം വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാട് മുഴുവനും അതിമനോഹരമായിട്ടുള്ള വ്യൂസാണ്. അതായത് ഇതൊരു കാസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എലിവേറ്റഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സിറ്റിയുടെ കംപ്ലീറ്റ് ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. താഴെയായിട്ട് റിവർ പോകുന്നു. അങ്ങനെ കാസിൽ നമ്മൾ ഇറങ്ങി ജൂയിഷ് സെറ്റിൽമെൻറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് ഈ കാണുന്ന പാസേജ് ഉണ്ടല്ലോ, ഇത് ഒരു മൂവിയിലുണ്ട്. മൂവി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ചേർക്കെങ്കിലും അറിയാം. ഈ പാസേജിൻ്റെ പേര് ഷിൻലേഴ്സ് പാസേജ് എന്നാണ്. അതായത് പണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവിയാണ് ഷിൻലേഴ്സ് ലിസ്റ്റ്. ആ മൂവിയിൽ ഈ പാസേജ് കാണാൻ പറ്റും. ഈ പാസേജിൻ്റെ ഇരുവശത്തുമായിട്ട് പഴയകാല ജൂയിഷ് ജീവിത സാഹചര്യവും ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവസ്ഥകളും അവരുടെ ലൈഫും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പാസേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജൂയിഷ് സെറ്റിൽമെൻ്റ് ഉള്ളത്. പണ്ട് നാസി പട്ടാളം പോളണ്ട് ആക്രമിച്ച് ജൂയിഷുകളെ തടവിലാക്കിയപ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഭയങ്കര വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ പോലും ജീവിതം ഭയങ്കര ദുസ്സഹനീയമായിരുന്നു. അവർക്ക് പോലും അർഹതപ്പെട്ട കൂലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഈ കാണുന്ന സെറ്റിൽമെൻറ്റുകളിലൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ജൂയിസുകൾ ആ കാലത്ത് ജീവിച്ചിരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഷിൻലേഴ്സ് ഫാക്ടറി കാണാൻ പോവുകയാണ്. ഞാൻ ഈ ഷിൻലേഴ്സ് ഫാക്ടറി എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളൊക്കെ ഷിൻലേഴ്സ് ലിസ്റ്റ് മൂവി കാണണം. എന്നാൽ മാത്രമേ ഞാൻ കാണുന്ന കാഴ്ചകളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഷിൻലർ എന്ന് പറയുന്ന വ്യക്തി, ഓസ്കാർ ഷിൻലർ എന്ന് പറയുന്ന വ്യക്തി ഹിറ്റ്ലറിൻ്റെ കയ്യിൽ നിന്ന് സേവ് ചെയ്ത മനുഷ്യരാണ്. അതായത് ഇയാൾ ഒരു ജൂയിഷ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോളണ്ടുകാരനായിരുന്നു. അയാൾ കുറേയധികം ആൾക്കാരെ ഹിറ്റ്ലറുടെ കയ്യിൽ നിന്നും സേവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഷിൻലേഴ്സ് ലിസ്റ്റ് മൂവി കണ്ടിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് എടുത്തുകൊള്ളുക. ഓസ്കാർ ഷിൻലറിൻ്റെ ഒരു വലിയ പ്രതിമയാണിത്. നാസി പട്ടാളത്തിൻ്റെ ഒരു ലീഡറായിരുന്നു ഇദ്ദേഹവും. അതുപോലെ തന്നെ ഒരു ജർമ്മൻകാരനൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിട്ടും അയാൾക്ക് ജൂയിഷിനോട് അയാൾ കാണിച്ച ആ ഒരു കൺസേൺ ആൻഡ് അവരെ രക്ഷിച്ചൊക്കെ ഇപ്പോഴും ഭയങ്കര നന്നായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷിൻലേഴ്സ് പാസേജ് കണ്ടു, ഷിൻലേഴ്സ് ഫാക്ടറി കണ്ടു. ഇനി നമ്മൾ പോകുന്നത് വെലിഷ്ക സാൾട്ട് മൈനിലേക്കാണ്. അപ്പം സാൾട്ട് മൈൻ എന്ന് പറയുമ്പം പോളണ്ടിലെ അതിപുരാതനമായ പഴയ ഒരു സാൾട്ട് മൈനാണിത്. ഏകദേശം 300 ഫീറ്റ് താഴെയാണ് ഈ സാൾട്ട് മൈനിൻ്റെ ഇന്നത്തെ മ്യൂസിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഈ പറയുന്ന സാൾട്ട് മൈനും. അപ്പോൾ നമുക്കിതിലേക്ക് കയറണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 30 യൂറോ ടിക്കറ്റ് എടുത്തൊരു പ്രൈവറ്റ് ഗൈഡുമായിട്ടൊക്കെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഗൈഡുമായിട്ട് ഈ സാൾട്ട് മൈൻ കാണാൻ വന്നതാണ്. ഏകദേശം ഒരു 300 ഫീറ്റ് താഴെയാണ് നമ്മുടെ സാൾട്ട് മൈൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഉള്ളത്. അപ്പം 300 കിലോമീറ്ററോളം ഉണ്ട് ഈ ടണലിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള വഴികളൊക്കെ. പക്ഷെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്ത് പ്രത്യേകം
പ്രത്യേകം കാണിച്ചിരിക്കുന്ന പാത്തിലൂടെ മാത്രമേ നമുക്ക് താഴേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഇരുവശവും ഭിത്തികളിൽ കാണുന്ന ഇതെല്ലാം സാൾട്ട് റോക്കും ഒക്കെയാണ്. സന്ദർശകരിൽ പലരും അത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉപ്പുരസമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് സാൾട്ട് മൈൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. അതായത് ഇത്രയും കാലത്തിന് ശേഷവും ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് പോളണ്ട് ഗവൺമെൻറ് പ്രിസർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൊക്കേഷനെ. അതും ഈ ഒരു സാൾട്ട് മൈൻ കാണാൻ വേണ്ടി ഡെയിലി നിരവധി സന്ദർശകരുടെ തിരക്കാണ്. ഭയങ്കര മിഡീവൽ ടൈമിൽ ഒരു കാലത്ത് ഗോൾഡിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സാൾട്ട്. അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ സാൾട്ടിലായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ സാലറി പോലും സാൾട്ടിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഈ സാൾട്ട് മൈൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേയധികം ബിബ്ലിക്കൽ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. അതായത് കുറേ സാൾട്ട് റോക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്കൾപ്ചേഴ്സ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ മൈനിലെ തന്നെ സാൾട്ട് റോക്കുകൾ വെച്ചിട്ടാണ്. ഈ കാണുന്ന പിക്ചേഴ്സും ഈ കാണുന്ന സ്കൾപ്ചറും എല്ലാം ബിബ്ലിക്കൽ പിക്ചേഴ്സാണ്. അതായത് ബൈബിളിലെ ചില പോർഷൻസൊക്കെയാണ് ഇവരിങ്ങനെ പിക്ചർ ചെയ്ത് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു സോൾട്ട് മൈൻ ചെയ്തത്, അതെങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ അവിടെ ചില പ്രതിമകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർ വർക്ക് ചെയ്തിരുന്ന എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, അവർ ഓരോ പ്രോസസ്സും എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അതെല്ലാം ഇപ്പോഴത്തെ സന്ദർശകർക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പോഴും കാണിച്ചു തരുന്നുണ്ട്. പുരാതന കാലം മുതലേ പോളിഷ് ജനത ഭയങ്കര റിലീജിയസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈ മൈൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവരൊക്കെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അതായത് ഇവർ വർക്കിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം, അതായത് ദിവസങ്ങളോളം ചിലപ്പോൾ ഈ മൈൻഡ് ഉള്ളിലായിരിക്കും ജീവിച്ചിരുന്ന്. മൈൻഡ് അകത്ത് പല പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് കാണും, പല പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അവരുടെ ഒരു എക്സ്ട്രാ ടൈമിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രേക്ക് ടൈമിലൊക്കെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കുറേ സമയം ചിലവഴിച്ചിരുന്നു. അതിനുവേണ്ടി അവർ ഈ മൈൻഡ് ഉള്ളിൽ തന്നെ നിരവധി ചാപ്പൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒന്നല്ല പല ചാപ്പൽസ് നമുക്ക് മൈൻഡ് സെൻറ്ററിൽ കാണാൻ പറ്റും. അതിലേറ്റവും ഫേമസ് ആണ് സെയിൻറ്റ് കിങ്കാസ് ചാപ്പൽ. അതുപോലെ തന്നെ ഈ മൈൻഡ് പല ഭാഗങ്ങളിലും ബൈബിളിലെ ലാസ്റ്റ് സപ്പറും കാനായിലെ കല്യാണവും അങ്ങനെ ജീസസിൻ്റെ ക്രൂസിഫിക്കേഷനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ സാൾട്ട് റോക്കിൽ തന്നെ ഇവർ എൻകാവ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഡീപ്പ് ഡൗൺ ആയിട്ട് നമുക്കൊരു വലിയ ലേക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് സന്ദർശകർക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ചാവുകടലിനേക്കാളിലും സാന്ദ്രത കൂടിയ ഒരു ലേക്കാണിത്. അതായത് ഇതിലെ സാൾട്ടിൻ്റെ ഡെൻസിറ്റി നമ്മുടെ ഡെഡ് സീനേക്കാളും കൂടുതലാണ്. ഇങ്ങനെയൊരു ലോകാത്ഭുതം പോലത്തെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. മൈൻഡ് കാഴ്ചകളൊന്നും കംപ്ലീറ്റ്ലി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അതത്ര വലുതാണ്. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ സമയം ഞങ്ങൾ മൈൻഡിൽ ചിലവഴിച്ചു. അവിടെ നമ്മൾ ഇറങ്ങിയപ്പം നേരം നന്നായിട്ട് ഇരട്ടിയിരുന്നു. അങ്ങനെ നേരെ ക്രക്കോ സിറ്റി സെൻറ്ററിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ നൈറ്റ് ലൈഫ് ഇൻ ക്രക്കോ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതേ സിറ്റി സെൻറ്ററിലൂടെ ഞാൻ ഒന്നുകൂടെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പം ക്രക്കോയുടെ വിശേഷങ്ങളാണ് ഇത്ര വരെ നമ്മൾ കണ്ടത്. ഡെഫിനറ്റ്ലി വൺസ് ഇൻ എ വൈൽ ആരെങ്കിലുമൊക്കെ ക്രക്കോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം മറ്റൊരു സിറ്റിയാണ് ക്രക്കോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോളണ്ടിലെ വേറൊരു സിറ്റിയുമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.